നമസ്കാരം. ഇപ്പോൾ 11:36 ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തെ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് പുറത്ത് ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ വൻ പോലീസ് സന്നാഹത്തോടെ ഹോസ്പിറ്റലിലെത്തിയെങ്കിലും അവിടെ വൻ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെയും അതേപോലെ BJPയുടെയും യുവമോർച്ചയുടെയൊക്കെ നേതൃത്വത്തിലുണ്ടായത്. പോലീസിന് ഒരു പരിധിവരെ അവരെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അവസാനം വലയം തീർത്ത് പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടം പുഞ്ചിരിയോടെ കൂടിയാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയതെന്ന് എനിക്ക് വലിയ പ്രശ്നമല്ല, ഹൂ കെയേഴ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിനെതിരെ പറയുന്ന പെൺകുട്ടി ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഹോസ്പിറ്റലിന് മുന്നിലുള്ള രംഗങ്ങളാണ്. ഇപ്പോൾ ആ പെൺകുട്ടി പോസ്റ്റിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. ഒരു പെൺകുട്ടി തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ഗർഭം ധരിക്കുക, കുട്ടിയെ പ്രസവിക്കുക എന്നുള്ള കാര്യം. രാഹുൽ മാങ്കൂട്ടം കുട്ടിയോട്, ഈ അതിജീവിതയോട് തനിക്കൊരു കുട്ടിയെ വേണം എന്ന് പറഞ്ഞ് പ്രണയത്തിൽപ്പെടുകയും പിന്നീട് ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ആ ലൈംഗിക ബന്ധത്തിൽ ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ അതിജീവിത പറയുന്നത്. അതിക്രൂരമായ ബലാത്സംഗം എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിലും ആ അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: Dear God, thank you for giving us the courage to validate ourselves despite all the pain, judgment and betrayal we endured. You saw what was done in the dark. You heard the cries that never reached the world. You held us when our bodies were violated and when our babies were taken from us by force. May our angel babies forgive us from heaven, especially for trusting the wrong person and choosing a man unworthy of being our child's father. Let their souls rest in peace, free from violence, free from fear, free from the world and that failed to protect our little ones. If our tears reach heaven, let them tell you this: your mother never forgot you എന്ന് പറഞ്ഞ് forgot you. Mamas will carry you in our hearts until we meet again എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിതയുടെ പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ മനസ്സ് നുറുങ്ങിയിരിക്കുന്ന, വേദനിക്കുന്ന, ക്രൂരമായ ബലാത്സംഗത്തിൻ്റെ ഓർമ്മകളും വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകളും പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ട് ഗർഭിണിയായതിൻ്റെ ഓർമ്മകളും അതുവഴി കുട്ടി ജനിച്ച് ഇരുളിൽ പുറം ലോകത്ത് വരാതെ തന്നെ, ജീവനോടെ പുറം ലോകത്ത് വരാതെ തന്നെ അകത്ത് വെച്ച് കൊല ചെയ്തതിൻ്റെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഗർഭിണിയായി ഗർഭം അലസിപ്പോയതിൻ്റെ ഒക്കെ വേദനയാണ് ഹെവനിൽ വെച്ച കുട്ടി കേൾക്കുന്നുണ്ടാവും. ഞാൻ തിരിച്ചു വരുന്നവരെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കും നീ ജീവനോടെ എന്ന് പറയുന്ന വളരെ ഹൃദയഭേദകമായ, മനസ്സിനെ നുറുങ്ങിപ്പിക്കുന്ന, വളരെ ദുഃഖിപ്പിക്കുന്ന, നമ്മളെല്ലാവരും വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പെൺകുട്ടി അതിജീവിത എഴുതിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പെൺകുട്ടി പറയുന്നത് ശരിയായിരിക്കാം. ആ പെൺകുട്ടി പറഞ്ഞതിൻ്റെ വിഷമങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നു. ഒരു പെൺകുട്ടിക്കും ഇത്തരം വിഷമങ്ങൾ ഉണ്ടാവരുത്. പറഞ്ഞ് പറ്റിച്ച് പ്രണയിക്കാമെന്നാണ് പറഞ്ഞ് പറ്റിച്ച് ആരും ഇതുപോലെ ആകരുത്. ആ പെൺകുട്ടി വളരെ വേദനയോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളെ മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകളെല്ലാം നിയമപരമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടൻ തുടർച്ചയായി പല പെൺകുട്ടികളുമായി ഇതേപോലെ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് തീർത്തും തെറ്റായതും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റതും നീചമായ പ്രവൃത്തി തന്നെയാണ്. ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകനായി തുടരാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹം അധപ്പതിച്ചു എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ രംഗത്തെ അപച്യുതിക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നിയമപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഈ കേസ് നിലനിൽക്കാൻ പോകുന്നില്ല എന്ന തോന്നലാണ് എനിക്കുള്ള. കാരണം ഈ പെൺകുട്ടി ബലാത്സംഗം നടന്ന ആ സന്ദർഭത്തിൽ തന്നെ അന്ന് തന്നെ പരാതി കൊടുക്കേണ്ടതായിരുന്നു. അത് പരാതി കൊടുത്തിട്ടുള്ള ഏറ്റവും വേദന അനുഭവിക്കുന്ന സമയം അപ്പോഴാണ്. താൻ വഞ്ചിക്കപ്പെട്ടുവെന്നും താൻ ബലാത്സംഗത്തിനിരയായെന്നും അറിയപ്പെടുന്ന നിമിഷത്തിലാണ് ആ പെൺകുട്ടി പരാതി കൊടുക്കേണ്ടത്. അതുണ്ടായില്ല. മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞ ശേഷം ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായി തെറ്റാണ്. ആ പെൺകുട്ടി ആ കുട്ടിയോട് ചെയ്യുന്ന തെറ്റാണ്. മാത്രമല്ല ഗർഭിണിയായ ശേഷം
ഗർഭം മനസ്സിൽ എന്നാണ് പറയുന്നത്, നോട്ട് അത് ഗർഭചിത്രം നടത്തിയതല്ല എന്നുള്ളതാണ് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതുവരെയുള്ള കാര്യങ്ങളിൽ ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല. എന്തായാലും ആ കുട്ടിയോട് പറയുന്ന കാര്യങ്ങൾ ആ ഒരു അമ്മ തൻ്റെ സ്വന്തം കുഞ്ഞിനോട് വിലപിക്കുകയാണ് ഉണ്ടായ സംഭവങ്ങളിൽ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ വേദനിക്കരുത് എന്ന് പറയുന്നത്, എൻ്റെ കരച്ചിൽ പുറലോകം കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തു നിന്ന് നീ കൊല്ലപ്പെട്ടല്ലോ കൊന്നുകളഞ്ഞല്ലോ നിന്നെ എന്ന് പറയുന്ന ഹൃദയഭേദകമായ ആ പോസ്റ്റ് നമ്മളെല്ലാം വല്ലാതെ ദുഃഖത്തിലാർത്തിക്കും. ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ദുഃഖം വരരുതേ, വിഷമം വരരുതേ, ഇങ്ങനെ ഒരു അത്യാപത്ത് വരരുതേ എന്ന് മാത്രമാണ് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യല്ല. രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. ഒരാൾ കാണുന്ന പെൺകുട്ടികളെ മുഴുവൻ പ്രണയിച്ച് അവരെ മനസ്സിനെ വല്ലാതെ അടുപ്പിച്ച് അവസാനം പ്രണയ ദുരന്തം ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന ദുരന്തം വല്ലാതെയാണ്. ഗർഭിണിയായ കുട്ടികൾ ഒരമ്മ ഗർഭിണിയാവുന്നത് എന്തെല്ലാം ആഗ്രഹങ്ങളോടെയാണ് ഒരു കുട്ടീനെ പ്രസവിക്കുന്നത്. അതൊരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹനീയ മുഹൂർത്തമാണ്. അതിനെയാണ് വെട്ടിനുറുക്കി ഇല്ലാതാക്കുന്നത്. എന്തായാലും ഇവിടെ ആ പെൺകുട്ടിയുടെ വിലാപം വല്ലാതെ വിഷമിക്കുന്നു. ആ പെൺകുട്ടിയുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഈ സന്ദർഭത്തിൽ എന്ന് മാത്രം പറഞ്ഞ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ജനറൽ ആശുപത്രിയിൽ, അതായത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകണം. അതായത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ബലാത്സംഗം ചെയ്ത ആളാണെങ്കിൽ അത് പൊട്ടൻഷ്യൽ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കടമകൾ കടക്കേണ്ടതുണ്ട്. ഈ 2 കേസുകളിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. 2 കേസുകൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. 3ാമത്തെ കേസാണ്, സമാനമായ കേസാണ് എന്നുള്ളതാണ് പ്രധാനം. ആ സമാന കേസ് എന്ന് പറയുമ്പോൾ ഒരേ ഒരാൾ ഉണ്ടാക്കി എഴുതുന്നതാണോ ഇത്തരം പരാതികളെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിലെ 3-4 കാര്യങ്ങൾ സമാനമാണ്. ഒന്ന്, പറഞ്ഞ് പറ്റിച്ച് പ്രണയത്തിലേർപ്പെടുന്നു. പ്രത്യേകിച്ചും വിവാഹിതരായ സ്ത്രീകൾ. സ്ത്രീകൾ അതായ ശേഷം അവരോട് ഒരു കുഞ്ഞിനെ വേണമെന്ന് പറയുന്നു. എന്നിട്ട് അവരുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭചിത്രം നിർബന്ധിച്ച് നടത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പരാതികളിലെല്ലാം വരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 പേർ തമ്മിൽ ഉഭയസമ്മതത്തോടെ ഇന്ത്യയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കേസായി വരുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ നിയമം. അതിന് ശേഷം തമ്മിൽ തെറ്റുമ്പോൾ പല കള്ളപ്പരാതികൾ ഉണ്ടാക്കുന്നു. ആ കള്ളപ്പരാതികൾ വെച്ച് പുരുഷന്മാരെ കേസിൽപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് 2 കേസുകൾ മുമ്പ് വന്നത് അത്തരത്തിലുള്ളതാണ്. ഈ 3ാമത്തെ കേസും അത്തരത്തിലുള്ളതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ അവർ വിലപ്പെട്ട സമ്മാനങ്ങളും അതേപോലെ പണവും കൊടുത്തു പറയുന്നുണ്ട്. ഈ ആഫ്റ്റർ ദ റേപ്പ് അതെങ്ങനെ ഒരു സ്ത്രീക്ക് കഴിയാൻ പറ്റും? അതിനർത്ഥം ആ റേപ്പ് അല്ലായിരുന്നു, പരസ്പര സമൂഹത്തോടു കൂടിയുള്ള ബന്ധപ്പെടലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഇപ്പം ഡിവൈഎഫ്ഐയും യുവമോർച്ചയും നടത്തുന്നതൊന്നും നമുക്ക് ഒരു വലിയ വെള്ളയുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐ നടത്തേണ്ടത് പിണറായി വിജയൻ്റെ ഓഫീസിൽ പോയി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ശശിക്കെതിരെയാണ് നടത്തുന്നത്. കാരണം ഒരു MLAയുടെ മകളെ പീഡിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെയുള്ള പരാതി എവിടെയും തെളിവ് പോലീസിൽ പാർട്ടി കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തെ എന്നോ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ എത്ര കേസുകളിൽ അദ്ദേഹം പ്രതിയാകും. നന്ദി, നമസ്കാരം.